നവകേരളം സാധ്യമാക്കാൻ കഴിയുന്ന ഒന്നാണ്. അതിനാണ് നാം ശ്രമിക്കുന്നത്. ഇത്തരമൊരു കുതിച്ചുചാട്ടത്തിന്റെ ഘട്ടത്തെയാവണം ഈ പഠന കോൺഗ്രസ് ചരിത്രപരമായി അടയാളപ്പെടുത്തേണ്ടത്. അതാവണം ഇതുവരെയുള്ളവയിൽ നിന്നും ഇതിനെ വേറിട്ട് നിർത്തുന്ന ഘടകം. അതേസമയം ഇതുവരെയുള്ളവയുടെ തുടർച്ചയാണ് എന്തായാലും 1994 VMSന്റെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ കേരള പഠന കോൺഗ്രസ് നമ്മുടെ വികസനാസൂത്രണ ചരിത്രത്തിലെ നിർണായകമായ ഒരധ്യായമായിരുന്നു. തുടർന്ന് 2005, 2011, 2016 ഈ വർഷങ്ങളിൽ നടന്ന പഠന കോൺഗ്രസുകൾ കേരളത്തിൻ്റെ വികസന പാതയെക്കുറിച്ച് കൃത്യമായ ദിശാസൂചന നൽകുന്ന ഇടപെടലുകളായി മാറി. അഞ്ചാമത്തെ കോൺഗ്രസ് 2021 നടക്കേണ്ടിയിരുന്നത്. കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ അത് മാറ്റിവെക്കേണ്ടി വന്നു. 10 വർഷങ്ങൾക്ക് ശേഷം ഇന്ന് വീണ്ടും നാം ഒത്തുകൂടുകയാണ്. അപ്പോൾ അനുഭവ സമ്പത്തും വെല്ലുവിളികളും അവസരങ്ങളും മുൻപിലുണ്ട്. നാം ഒരു വലിയ ലക്ഷ്യം നിർവചിച്ചു കഴിഞ്ഞു. അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ കേരളത്തിൻ്റെ ആഭ്യന്തര ഉൽപാദനം ഇരട്ടിയാക്കണം. ഓരോ കുടുംബത്തിൻ്റെയും ജീവിത നിലവാരം വികസിത രാജ്യങ്ങളിലെ ജീവിത നിലവാരത്തിനോട് അടുത്തു നിൽക്കുന്ന നിലയുണ്ടാവണം. ഈ ലക്ഷ്യം നിറവേറ്റുകയാണ് ഇനിയുള്ള കാലഘട്ടത്തിൽ LDF സർക്കാരിൻ്റെ ദൗത്യം. സർക്കാർ വകുപ്പുകളുടെ എല്ലാം പ്രവർത്തനങ്ങൾ ഈ ലക്ഷ്യത്തിനനുസരിച്ച് ചിട്ടപ്പെടുത്തണം. അതേസമയം കേരളത്തെ ലോകത്തിനു മുന്നിൽ വ്യത്യസ്തമാക്കുന്ന നമ്മുടെ സാമൂഹ്യക്ഷേമ പാരമ്പര്യം ദുർബലപ്പെടാൻ പാടില്ല. ലോകത്തിന് തന്നെ മാതൃകയായ സാമൂഹ്യക്ഷേമ ഇടപെടലുകൾ ശക്തിപ്പെടുത്തിക്കൊണ്ട് തന്നെ വികസിത നവകേരളം സൃഷ്ടിക്കാനാകും. ആ ലക്ഷ്യത്തിലേക്ക് മുന്നേറുമ്പോൾ ചില പ്രതിസന്ധികളെ തിരിച്ചറിയാനും അവയെ തരണം ചെയ്യാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. രാജ്യത്തിൻ്റെ ജനസംഖ്യയുടെ 2.59% കേരളത്തിൽ നിന്നാണ്. എന്നാൽ നമുക്ക് ലഭിക്കുന്ന നികുതി വിഹിതം 1.92%. 10ാം ധനകാര്യ കമ്മീഷന്റെ കാലത്ത് 3.9 വീതമാണ് ഇപ്പോൾ ഈ നിലയിലേക്ക് വെട്ടിക്കുറച്ചത്. വായ്പാ പരിധിയിൽ പോലും വെട്ടിക്കുറവുണ്ടായി. കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ 2 ലക്ഷം കോടിയോളം രൂപ കേന്ദ്രം നിഷേധിച്ചു. നികുതി വിഹിതത്തിലെ മാറ്റം വഴി 15,000 കോടിയോളം രൂപ കേരളത്തിന് നഷ്ടമായി. കേരളത്തിൻ്റെ റവന്യൂ വരുമാനത്തിൻ്റെ 20 മുതൽ 25% വരെ മാത്രമാണ് കേന്ദ്രവിഹിതം. എന്നാൽ മറ്റ് ചില ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ഇത് 80% വരെയുണ്ട്. ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിനാൽ സാമ്പത്തികമായി ഞെരുക്കപ്പെട്ട ഒരു ഘട്ടത്തിലാണ് കേരളം നേട്ടങ്ങൾ കയ്യെത്തിപ്പിടിച്ചത് എന്ന സവിശേഷത കൂടി നാം കാണേണ്ടതുണ്ട്. ഇന്ന് പ്രമുഖ സംസ്ഥാനങ്ങളുടെ പ്രതിശീർഷ വരുമാന കണക്കിൽ 11ാം സ്ഥാനത്ത് നിന്ന് 6ാം സ്ഥാനത്തേക്ക് കേരളം ഉയർന്നിട്ടുണ്ട്. ഇതടക്കം പലതും ശരിയായ വികസന പാതയിലാണ് നാം എന്നതിൻ്റെ തെളിവുകളാണ്. പക്ഷേ ഇതിൽ തൃപ്തിപ്പെട്ട് ഒതുങ്ങിക്കൂടാൻ നമുക്കാവില്ല.
ലക്ഷ്യത്തിലെത്താനുള്ള വേഗം വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അതിനുള്ള മാർഗങ്ങളാണ് ഈ കോൺഗ്രസിൽ ചർച്ച ചെയ്യേണ്ടത്. ലോകം അതിവേഗം മാറുകയാണ്. തൊഴിൽ സംസ്കാരത്തിലും ഉൽപാദനത്തിലും തുടങ്ങി മനുഷ്യരുടെ നിത്യജീവിതത്തിൽ വരെ ആ മാറ്റം പ്രകടമാണ്. ലോകത്താകെയുള്ള സ്ഥിതി പരിശോധിച്ചാൽ രണ്ട് ഘടകങ്ങളെക്കുറിച്ച് നമ്മൾ പുനർവിചിന്തനം നടത്തേണ്ട ഘട്ടമാണ്. ഒന്ന് വികസനം, രണ്ട് ജനാധിപത്യം. ഇവ രണ്ടും അതിൻ്റെ യഥാർത്ഥാർത്ഥത്തിൽ ലോകത്ത് നടപ്പാക്കപ്പെടുന്നുണ്ടോ? മുതലാളിത്തത്തിന് വളരാനും അതുവഴി അതിസമ്പന്നർക്ക് കൂടുതൽ സമ്പത്ത് കേന്ദ്രീകരിക്കാനുമുള്ള ഉപാധിയായി വികസനം മാറിക്കൊണ്ടിരിക്കുന്നു. മുതലാളിത്തത്തിന് പഥ്യമല്ലാത്ത ജനാധിപത്യ സർക്കാരുകൾ പോലും അട്ടിമറിക്കപ്പെടുന്നു. ജനാധിപത്യത്തെ ഒരു ടൂളായി ഉപയോഗിച്ചുകൊണ്ട് വർഗീയ ശക്തികൾ വ്യാജമാർഗങ്ങളിലൂടെ അധികാരത്തിലേക്ക് എത്തുന്നു. ഈ ഒരു കാലഘട്ടത്തിലാണ് നാം വികസനത്തെയും ജനാധിപത്യത്തെയും എങ്ങനെ സമീപിക്കുന്നു എന്ന ചർച്ചകൾ ഉണ്ടാകേണ്ടത്. സർവതലസ്പർശിയായ വികസനവും ഇൻക്ലൂസീവായ ജനാധിപത്യവും നിർമ്മിച്ചെടുക്കാൻ ലോകമെങ്ങുമുള്ള പുരോഗമന ചിന്താഗതിക്കാർ പുനരർപ്പിക്കേണ്ട സമയമാണിത്. ആ ദിശയിലുള്ള വാതിൽ തുറക്കുന്നതാവും ഈ കേരള പഠന കോൺഗ്രസ്. കഴിഞ്ഞ 10 വർഷത്തെ ഭരണകാലം നമ്മുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾക്ക് ഉറച്ച അടിത്തറ സഹായിച്ചിട്ടുണ്ട്. ആശയം നാം സമഗ്രമായി പുതുക്കി. റോഡുകളും പാലങ്ങളും മാത്രമല്ല, എല്ലാവർക്കും ഗുണമേന്മയുള്ള പാർപ്പിടം, ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം, ഗതാഗതം, ഡിജിറ്റൽ ബന്ധം എന്നിവയെല്ലാം വികസനത്തിൻ്റെ അവിഭാജ്യ ഘടകങ്ങളായി കണ്ടു. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നവകേരളം എന്താകണമെന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാട് രൂപപ്പെടുത്താൻ കഴിഞ്ഞു. ഇനി നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നിടയ്ക്ക് നിന്ന് മുന്നോട്ട് പോകണം. അതാണ് നമ്മുടെ ചുമതല. ലോകമെമ്പാടുമുള്ള പണ്ഡിത സമൂഹത്തിൻ്റെ ശ്രദ്ധയാകർഷിച്ച കേരള വികസന മാതൃകയെ കാലാനുസൃതമായി പുതുക്കിപ്പണിയുക എന്നതാണ് ഇന്നത്തെ വലിയ ദൗത്യം. കേരള വികസന മാതൃകയുടെ അടിസ്ഥാന ഘടകങ്ങൾ മനുഷ്യ വികസന സൂചികകളിലെ മുന്നേറ്റം, ശക്തമായ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, സാമൂഹ്യനീതി ഉയർത്തിപ്പിടിക്കുന്ന നയങ്ങൾ എന്നിവയൊക്കെയാണ്. കഴിഞ്ഞ 10 വർഷമായി ഈ പാരമ്പര്യത്തെ നവകാല സാഹചര്യങ്ങൾക്ക് അനുയോജ്യമായി പുതുക്കി എഴുതാനുള്ള ശ്രമങ്ങളാണ് നടത്തിയത്.